Okay, so how are you all? How was your week? How was your week's activities? How's everything? Okay. Is it raining at your place? നിങ്ങളുടെയൊക്കെ സ്ഥലങ്ങളിൽ മഴ പെയ്യുന്നുണ്ടോ? Or is it a fine weather? Okay, കുറച്ച് പേരൊക്കെ എക്സാം പ്രിപ്പറേഷൻസ് ആണ് അല്ലേ? ഡിസംബറിൽ എക്സാം എഴുതുന്നവരുണ്ട് അല്ലേ? Okay, okay. Okay. So thank you for your responses. So today we are going to look into week 13's activities. നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് അഡ്വാൻസ്ഡ് ഗ്രാമർ, ഫ്രേസൽ വെർബ്സ് ആൻഡ് സെന്റൻസ് സ്ട്രക്ചർ. ഈ മൂന്ന് കാര്യങ്ങളിലാണ് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ലാസ്റ്റ് ഒരു 2 വീക്സിൽ നമ്മൾ അധികം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്റഗ്രേഷൻ ഓഫ് ഡിഫറെന്റ് സ്കിൽസ് ആയിരുന്നു. അതായത് നമ്മുടെ ലിസണിങ്ങും റീഡിങ്ങും റൈറ്റിങ്ങും എല്ലാം കൂടി ഒന്ന് നമ്മൾ ഈ സ്കിൽസ് എല്ലാം ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് ഫ്ലുവൻസി എൻഹാൻസ് ചെയ്യാന്നുള്ളതായിരുന്നു നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. സോ വീക്ക് 13 വി ഫോക്കസ്ഡ് മോർ ഓൺ grammar, phrasal verbs, and sentence structures. Okay, so today we'll be looking more into strengthening our skills in advanced grammar concepts like conditional sentence and relative clauses. അതുപോലെ തന്നെ indirect questions എങ്ങനെയാണ് യൂസ് ചെയ്യാന്നുള്ളത് നോക്കും. And also advanced phrasal verbs. ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. Conditional sentences, indirect questions, and advanced phrasal verbs. Okay. ആൻഡ് നമ്മളിതൊക്കെ ബിഗിനിങ്ങിൽ, അതായത് നമ്മൾ ഈ കോൺസെപ്റ്റുകളൊക്കെ ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്തതായിരുന്നു. സോ ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഈ ഡിഫറെന്റ് ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചേഴ്സ് തമ്മിൽ കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, യൂസ് ഫ്രേസൽ വെർബ്സ് ഇൻ എ കോംപ്ലെക്സ് സെന്റൻസ്. കോംപ്ലെക്സ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കൺജങ്ഷൻസ് യൂസ് ചെയ്തുകൊണ്ട് രണ്ട് സിമ്പിൾ സെന്റൻസിനെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് അത് കോംപ്ലെക്സ് സെന്റൻസ് ആവുന്നത്. സോ ആ കോംപ്ലെക്സ് സെന്റൻസിലേക്ക് നമ്മൾ എന്താണ് ഫ്രേസൽ വേർബ്സ് കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, ആൻഡ് അതുപോലെ ഇത്തരത്തിലുള്ള കോംപ്ലെക്സ് ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചേഴ്സിലേക്ക് നമുക്ക് ഇഡിയംസ് ആഡ് ചെയ്യാം. സോ ഡിഫറെന്റ് ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചേഴ്സ് ആഡ് ചെയ്തുകൊണ്ട് സംസാരിക്കുക, ആൻഡ് ദാറ്റ് ഈസ് ഗോയിങ് ടു ഷോ ആർ ഫ്ലുവൻസി ഇൻ ലാംഗ്വേജ്. ആൻഡ് ഇതിന്റെയൊക്കെ ഉദ്ദേശം നമ്മൾ പറയുന്ന സെന്റൻസുകൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആക്കുക, മറ്റുള്ളവർക്ക് മനസ്സിലാക്കാത്തതാക്കുക, കടിച്ചാ പൊട്ടാത്ത ഇംഗ്ലീഷ് ആക്കുക എന്നതല്ല കേട്ടോ. മറിച്ച് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കൂടുതൽ എഫിഷ്യന്റ് ആക്കാനും എഫക്റ്റീവ് ആക്കാനും വേണ്ടിയിട്ടാണ്. ഓക്കെ, ഈ അടുത്തുണ്ടായിരുന്ന ഒരു ഇൻസിഡന്റ് ആയിരുന്നു. എൻ്റെ കസിന്റെ കുട്ടിക്ക് ഒരു സ്പീച്ച് എഴുതി കൊടുക്കാൻ പറഞ്ഞു. സോ ചെറിയ ക്ലാസ്സിലുള്ള ആളാണ്, അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള എഴുതിയപ്പോ അവൻ എന്നോട് പറഞ്ഞ ഇതായിരുന്നു, ഇതല്ല എനിക്ക് വേണ്ടത്, എനിക്ക് വേണ്ടത് ആർക്കും മനസ്സിലാവാത്തതാണ്. അപ്പൊ ചോദിച്ചു അതെന്തിനാ അങ്ങനെ? അപ്പൊ പറഞ്ഞു അതാണ് നല്ല ഇംഗ്ലീഷ്. നമ്മളിങ്ങനെ പറയുമ്പോൾ ആർക്കും മനസ്സിലാവാതിരുന്നാലാണ് എല്ലാരും ഓക്കെ ഇവന്റെ ഇംഗ്ലീഷ് അടിപൊളിയാണ് എന്ന് വിചാരിക്കാം. നിങ്ങളൊക്കെ അങ്ങനെ വിചാരിക്കുന്നവരാണോ? പ്ലീസ് ലെറ്റ് മീ നോ. നമ്മൾ പറയുന്നത് ശരിക്കും എല്ലാവർക്കും മനസ്സിലാവുകയല്ലേ ചെയ്യേണ്ടത്? കുറെ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നവർക്ക് മനസ്സിലാവാത്തത് പറഞ്ഞ് വെറുതെ ആൾക്കാരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതിൽ കാര്യമുണ്ടോ? ഇല്ല. പക്ഷെ ഞാൻ അങ്ങനെ ചോദിക്കാൻ കാരണം മുമ്പ് എപ്പോഴേക്കോ ഞാനും അങ്ങനെ വിചാരിച്ചിരുന്നു. സിമ്പിൾ കാര്യങ്ങളൊക്കെ കോംപ്ലക്സ് ആക്കാൻ ഞാനും ട്രൈ ചെയ്തിരുന്ന ഒരു പോയിന്റ് ഓഫ് ടൈം ഉണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാക്കി, ആർക്കും മനസ്സിലാവാതെ ഇരിക്കും, എന്താണ് ആൾക്കാർ എന്നെ കൂടുതൽ ഇംപ്രസീവ് ആയിട്ട് കാണും, എന്റെ ഇംഗ്ലീഷ് അടിപൊളിയാണെന്ന് വിചാരിക്കും എന്നൊക്കെ ഞാനും തെറ്റിദ്ധരിച്ചിരുന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നു. ഓക്കെ, എനിവേ ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു അവർ ലെസൺ. സോ വി ആർ ബിഗിനിങ് വിത്ത് മിക്സ്ഡ് കണ്ടീഷണൽസ് ആൻഡ് എക്സ്പ്രസിംഗ് റിഗ്രറ്റ്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, മിക്സ്ഡ് കണ്ടീഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് മിക്സ്ഡ് കണ്ടീഷണൽ? മിക്സ്ഡ് കണ്ടീഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പാസ്റ്റ് പ്ലസ് പ്രസന്റ് ആണ്. നമ്മൾ രണ്ട് ഫോംസ് ഓഫ് കണ്ടീഷണൽസിനെ ഇവിടെ യോജിപ്പിക്കുന്നത് കൊണ്ടാണ് ഇവിടെ മിക്സഡ് കണ്ടീഷണൽ എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ പാസ്റ്റിൽ, അതായത് ഒരു അൺറിയൽ പാസ്റ്റ് എങ്ങനെയൊക്കെ നമ്മളുടെ ഇപ്പോഴത്തെ പ്രസന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുമായിരുന്നു. അപ്പൊ ഇവിടെ എന്താണ് നമ്മൾ പറയുന്ന ബോത്ത്, ഈ പാസ്റ്റിൽ സംഭവിച്ചതും അൺറിയൽ ആണ്, പ്രസന്റിൽ ഉള്ളതും അൺറിയൽ ആണ്, രണ്ടും അൺറിയൽ ആണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടത്തെ എക്സാമ്പിൾ സെന്റൻസ് ആദ്യം നോക്കാം. ഇഫ് ഐ ഹാഡ് സ്റ്റഡീഡ് മോർ ഐ വുഡ് ബി കോൺഫിഡന്റ് നൗ. ഞാൻ കൂടുതൽ പഠിച്ചിരുന്നെങ്കിൽ, അതെന്താണ്? അൺറിയൽ പാസ്റ്റ് അല്ലേ? കാരണം പഠിച്ചിരുന്നെങ്കിൽ എന്നാണ്, പഠിച്ചിട്ടില്ലല്ലോ. അപ്പൊ അത് പാസ്റ്റ് ആണ്, അൺറിയൽ പാസ്റ്റ് ആണ്.
ഐ വുഡ് ബി മോർ കോൺഫിഡൻറ്റ് നൗ. ഞാൻ അപ്പോ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ കൂടുതൽ കോൺഫിഡന്റ് ആയാനെ. സോ നമ്മൾ പാസ്റ്റ് ടെൻസും പ്രസന്റ് ടെൻസും കൂടെ കമ്പൈൻ ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ മിക്സഡ് കണ്ടീഷണൽ എന്ന് പറയുന്നത്. ആൻഡ് നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് സെന്റൻസ് ഈ ഒരു മിക്സഡ് കണ്ടീഷണൽസിൽ പറയാറുണ്ട്. ഓക്കെ, അതായത് നമ്മുടെ പാസ്റ്റ് ആക്ടിവിറ്റി കാരണം പ്രസന്റിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നത്. ഞാൻ അന്നേ BSc സൈക്കോളജി പഠിക്കുകയായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു തെറാപ്പിസ്റ്റ് ആയാനെ എന്നൊക്കെ നമ്മൾ പറയില്ലേ. സോ ഇവിടെ ഐ ഹവ് ഗിവൻ ടു മോർ എക്സാമ്പിൾ. ദാറ്റ് ഈസ്, ഇഫ് ഐ ഹാഡ് ലേൺഡ് പ്രോഗ്രാമിംഗ് ഇൻ സ്കൂൾ I would have better job prospects. If she had gotten the job, she would have far more holiday time. Okay? So, mixed conditionals മനസ്സിലായോ? Did you get it? What about others? Okay, ഒന്നുകൂടെ പറയാം. മിക്സഡ് കണ്ടീഷണലിൽ നമ്മളുടെ ഒരു അൺറിയൽ പാസ്റ്റ് എങ്ങനെയാണ് നമ്മളുടെ പ്രസന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ പ്രസന്റ് അതിന്റെ ഒരു റിസൾട്ട് എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അതാണ് മിക്സഡ്. നോക്കാൻ പോകുന്നതല്ല, നമ്മളിവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ കണ്ടോ, ഇഫ് ഷീ ഹാഡൻ സ്റ്റീഡ് അപ്പ് സോ ലേറ്റ്. അവള് ഒരുപാട് വൈകിട്ടല്ല ഉറങ്ങിയിരുന്നെങ്കിൽ ഷീ വുഡൻ ബി സോ ടയർഡ്. അവൾ ഇത്ര ടയർഡ് ആവില്ലായിരുന്നു. അപ്പൊ എന്തുകൊണ്ടാണ്? ഒരു അൺറിയൽ പാസ്റ്റ് എങ്ങനെയാണ് നമ്മുടെ പ്രസന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. സോ ഇവിടെ മിക്സഡ് കണ്ടീഷണൽസ് എന്ന് പറയാൻ കാരണം പാസ്റ്റും പ്രസന്റും ഉണ്ട്. ഓക്കെ, നമ്മുടെ പാസ്റ്റില് ഒരു അൺറിയൽ പാസ്റ്റ് കാരണം അത് എങ്ങനെയാണ് നമ്മുടെ പ്രസന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ രണ്ട് ടെൻസസ് ഇൻവോൾവ് ആണ്, അതുകൊണ്ടാണ് മിക്സഡ് കണ്ടീഷണൽ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ടൈപ്പ് ഓഫ് സെന്റൻസസ് ആർ മച്ച് യൂസ്ഡ് ഇൻ ആർ ഡെയിലി കൺവെർസേഷൻ. നമ്മൾ തന്നെ നമ്മുടെ ഡെയിലി കൺവെർസേഷൻ ഒന്ന് വെറുതെ റീകളക്ട് ചെയ്ത് നോക്കിയേ. നമ്മൾ ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും മലയാളത്തിൽ മിക്സഡ് കണ്ടീഷണൽ വെച്ചിട്ട് പറയുന്നുണ്ടാവും, ഓ അത് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു. കറണ്ട് പോകുന്നതിന് മുമ്പേ ഫോൺ കുത്തിയിട്ടിരുന്നെങ്കിൽ ഇപ്പൊ ചാർജ് ഉണ്ടായാനെ. നിങ്ങൾ നമ്മുടെ മലയാളം ഡെയിലി ലൈഫിലെ ഒരു കൺവെർസേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അല്ലേ? സോ അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷിലും. ഓക്കെ, ഇതെന്താണ്? ഒരു കൈൻഡ് ഓഫ് റിഗ്രറ്റ് ആണ് എന്ന് പറയാം. ഓക്കെ അല്ലേ? നമ്മൾ ഈ മിക്സഡ് കണ്ടീഷണൽസിൽ ആക്ച്വലി റെപ്രസെന്റ് ചെയ്ത് ഉദ്ദേശിക്കുന്ന എന്താണ്? റിഗ്രറ്റുകളാണ്. ഓക്കെ, ഈ മിക്സഡ് കണ്ടീഷണൽസിൽ നമ്മൾ റിപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? നമ്മളുടെ റിഗ്രറ്റ്സ്, അല്ലെങ്കിൽ കുറ്റബോധങ്ങൾ, അല്ലെങ്കിൽ എന്താണ്, തിരിച്ചറിവുകളും ആവാം. അന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ അങ്ങനെ ആയാനേ എന്നുള്ളത് നമ്മുടെ തിരിച്ചറിവും ആവാം. സോ can you please give me example sentences? I hope this is clear. നിങ്ങൾക്ക് ഈ ഒരു ഫോമാറ്റ് തന്നെ യൂസ് ചെയ്യാം. ഇഫ് പ്ലസ് പാസ്റ്റ് പെർഫെക്റ്റ് കോമ അത് കഴിഞ്ഞിട്ട് വുഡ് ഓർ വുഡന്റ് പ്ലസ് വേർബ് എന്നുള്ള ഈ ഒരു ഫോമാറ്റ് തന്നെ യൂസ് ചെയ്യാം. ബട്ട് കുറച്ചൊരു കോംപ്ലക്സ് സെന്റൻസുകൾ കേട്ടോ, അതായത് വളരെ സിമ്പിൾ സെന്റൻസ് ആവാണ്ട് ഒരു ഇത്തിരി നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ സാധ്യതയുള്ള സെന്റൻസുകൾ ആയിക്കോട്ടെ. അർഷിത് എന്താ പറഞ്ഞിരിക്കുന്നത്? നന്നായി പഠിച്ചെങ്കിൽ നല്ല മാർക്സ് കിട്ടിയേനെ. ഓക്കെ, നിങ്ങളുടെയൊക്കെ എക്സാം വരുന്നല്ലേ ഉള്ളൂ, നിങ്ങൾക്ക് ഇനിയും പഠിക്കാനും നല്ല മാർക്ക് മേടിക്കാനും ടൈം ഉണ്ട്. ഓക്കെ, സോ അർഷിത ആൻഡ് ഓൾ others, please I want these sentences in English in the chat box. If I had a job, I would be financially independent. Okay, good. If I had studied more, I would have a better life. Okay, I would have better life ന്റെ ഇടയിൽ ഒരു എ ആഡ് ചെയ്യണം കേട്ടോ. എനിക്കൊരു നല്ല ജീവിതം ഉണ്ടായാനെ, എനിക്ക് ഒരു എന്ന് വരില്ല. അപ്പോൾ I would have a better life. പിന്നെ നമ്മൾ എന്താണ്, നേറ്റീവ്സ് സംസാരിക്കുന്ന സമയത്ത് ഐ വുഡ് എന്ന് കംപ്ലീറ്റ് പറയില്ല. ഐ വുഡിന്റെ ഷോർട്ട് ഫോം എന്താണ്? Can someone please let me know in the chat box? ഐ വുഡ് എന്നതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഷോർട്ട് ഫോം ആയിട്ട് എന്താ പറയാറ്? എനിവൺ? യെസ്, വെരി ഗുഡ് മിദ്ലാജ്. ഐ. ഓക്കെ, നമ്മൾ വളരെ ഫ്ലുവന്റ് ആയി സംസാരിക്കുന്നത്. ഇഫ് ഷി ഹാഡൻ സ്റ്റീഡ് അപ്പ് സോ ലേറ്റ് ഷീഡ് ബി സോ ടയർഡ്. ഷീ, ജസ്റ്റ് ആ യുടെ സൗണ്ട് മാത്രം പുറത്തേക്ക് വന്നാൽ മതി കേട്ടോ. ഐ, ഷീഡ്. ഓക്കെ, സോ നേറ്റീവ്സിന്റെ ഇടയിൽ ദാറ്റ് ഇസ് വെരി വെൽ അണ്ടർസ്റ്റുഡ്. നമ്മളൊരു ഇന്ത്യൻസിന്റെ ഇടയിൽ അധിക സമയം വുഡ് യൂസ് ചെയ്യാറുണ്ട്. ബട്ട് എന്താണ്, വീണ്ടും ഒരു അഡ്വാൻസ് ലെവൽ അല്ലെങ്കിൽ കംപ്ലീറ്റ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഇറ്റ് ഇസ് ഐഡ്. ഐഡ് തന്നെയാണ് കേട്ടോ പറയാറ്. അതിന്റെ പ്രൊനൗൺസിയേഷൻ അങ്ങനെ തന്നെയാണ്. ഐ, അതിന്റെ വുഡ് എന്ന് കംപ്ലീറ്റ് ചെയ്യേണ്ട. ഐഡ് ഹാവ് എ ബെറ്റർ ലൈഫ്. ഇഫ് ഐ ഹാഡ് സ്റ്റഡീഡ് മോർ, ഐഡ് ഹാവ് എ ബെറ്റർ ലൈഫ്. ഓക്കെ, ദ മീനിങ് ഇസ് അണ്ടർസ്റ്റുഡ്. ഇഫ് ഐ ഹാഡ് എ ഇംഗ്ലീഷ് ട്യൂട്ടർ അല്ല ആൻ ഇംഗ്ലീഷ് ട്യൂട്ടർ. കാരണം എന്താണ്, ഇംഗ്ലീഷ് സ്റ്റാർട്ട്സ് വിത്ത് എ വവൽ. ഓക്കെ, വവൽസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആൻ ആണ് യൂസ് ചെയ്യുക.
So Saji, please correct it. If I had an English tutor, I would be better in English. Oh, if I had studied hard, I would have better job. If I had taken the job offer, I would be working at that company now. Okay, if I worked hard. If I work hard എന്നല്ല, if I work hard എന്നുള്ളത് ഓക്കെയാണ്. പക്ഷെ നമ്മൾ ഇവിടെ മിക്സഡ് കണ്ടീഷനിൽ വരുന്ന സമയത്ത് എന്താണ്, നമ്മൾ പാസ്റ്റ് പ്ലസ് പ്രസന്റ് ആണ് പറയുന്നത്. സോ ഇഫ് ഐ വർക്ക്ഡ് ഹാർഡ് അല്ലെങ്കിൽ ഇഫ് ഐ ഹാഡ് വർക്ക്ഡ് ഹാർഡ്, ദ സക്സസ് വുഡ് ബി അഷ്യൂർഡ് എന്നാവും ടു അർജുൻ. അർജുൻ തന്നിരിക്കുന്ന സെന്റൻസ് കറക്റ്റ് ആണ്. ഇഫ് ഐ വർക്ക് ഹാർഡ്, ദ സക്സസ് വിൽ ബി അഷ്യൂർഡ് എന്നതിനേക്കാൾ ഈസ് അഷ്യൂർഡ് എന്ന് പറഞ്ഞാൽ മതി. കാരണം അഷ്യൂറൻസ് എന്ന് പറയുന്നത് തന്നെ ഫ്യൂച്ചർ ആണ്. ഓക്കെ, അപ്പൊ പിന്നെ അവിടെ വിൽ ബി തന്നെ വേണം എന്ന് നിർബന്ധമില്ല. പക്ഷെ നമ്മളിവിടെ നോക്കുന്നത് മിക്സഡ് കണ്ടീഷണൽ ആണ്. അതുകൊണ്ട് യു ഹാവ് ടു ചേഞ്ച് ദ സെന്റൻസ് ടു ഇഫ് ഐ ഹാഡ് വർക്ക്ഡ് ഹാർഡ്, ദ സക്സസ് വുഡ് ബി അഷ്യൂർഡ്. If he had saved money, he wouldn't be struggling financially now. Okay. I'm happy with your examples. You can stop sending me examples for these mixed conditionals. Okay. If I had gone along with them, I would have a great day. Okay. If I had 5 children, my family would have more people. Okay. If I started investing in stocks earlier, I would become a millionaire. Okay. If she worked well, she would be permanented on that work. She would be permanented എന്ന് പറയില്ല കേട്ടോ. നമ്മൾ permanented എന്നൊരു യൂസേജ് ഇല്ല. If she had worked well, by now she would be permanent on that, at that work. On that work അല്ല, at that. Okay. ചെറിയ കറക്ഷൻ ഉണ്ട് കേട്ടോ റിയ. If I had started learning English early അല്ല, earlier, I would have spoken better now. Okay. മതി, എക്സാമ്പിൾസ് അയച്ചത് മതി കേട്ടോ. യു ക്യാൻ സ്റ്റോപ്പ് പ്ലീസ്. മതി, നമ്മൾ അത്യാവശ്യം ഡിസ്കസ് ചെയ്തു. ഇഫ് ഐ ഹാഡ് വർക്ക്ഡ് ഹാർഡ്, ഇഫ് ഐ ഹാഡ് വർക്ക് ഹാർഡ് എന്നല്ല, ഇഫ് ഐ ഹാഡ് വർക്ക്ഡ് ഹാർഡ് ആണ് കേട്ടോ. I would have reached the goal. Okay. If I had studied, I'd have better knowledge. Okay. എല്ലാവരുടെയും റിഗ്രറ്റ് നന്നായി പഠിച്ചിരുന്നെങ്കിൽ, നന്നായി ഹാർഡ് വർക്ക് ചെയ്തിരുന്നെങ്കിൽ എന്നാണ്. ഓക്കെ. നെക്സ്റ്റ് ഇസ് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ വിഷസ്, നമ്മുടെ ആഗ്രഹങ്ങൾ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. ഇവിടെയും എന്താണ്, നമ്മളുടെ റിഗ്രറ്റ് വരുന്നുണ്ട്. ഓക്കെ. ഐ വിഷ് ഐ ഹാഡ് കോൾഡ് യു ഏർലിയർ. ഓക്കെ. ഓ, എനിക്കിപ്പോ തോന്നുന്നു ഞാൻ നിന്നെ നേരത്തെ വിളിച്ചിരുന്നെങ്കിൽ എന്ന്. ഇവിടെ എന്താണ്, നമ്മൾക്ക് കണ്ടീഷണൽസിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഓക്കെ. ഇവിടെ സിമ്പിൾ സെന്റൻസ് ആണ്, പക്ഷെ ബൈ യൂസിങ് വിഷ് ആൻഡ് ഇഫ് ഓൺലി. ഓക്കെ. ഇഫ് ഓൺലി ഐ ഹാഡ് ടൈം, ഐ കുഡ് പെയിന്റ് മോർ. എനിക്ക് സമയം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അധികം പെയിന്റ് ചെയ്യാമായിരുന്നു. അതിനാണ് നമ്മൾ ഇഫ് ഓൺലി എന്ന യൂസേജ് കൊടുക്കുന്നത്. പിന്നെ മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഐ വിഷ്, ഞാൻ ആഗ്രഹിക്കുന്നു, ഐ ഹാഡ് കോൾഡ് യു ഏർലിയർ. എനിക്ക് ബുദ്ധി എന്തുകൊണ്ട്, ഐ വിഷ് ഐ തോട്ട് ഓഫ് ഇറ്റ് ഏർലിയർ. ഞാനിത് നേരത്തെ ചിന്തിച്ചിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നുകയാണ്. ഐ വിഷ് ഐ ഡിഡ് ദിസ് ഏർലിയർ. അപ്പൊ ഇവിടെ എന്താണ്, നമ്മൾ കണ്ടീഷണൽസ് വരുന്നില്ല, പക്ഷെ ഇവിടെ എന്താണ്, റിഗ്രറ്റ് വരുന്നുണ്ട്. ഓക്കെ. റിഗ്രറ്റും വരുന്നുണ്ട്, ആഗ്രഹങ്ങളും വരുന്നുണ്ട്. അതെങ്ങനെയാണ്, ഇഫ് ഓൺലി ഐ ഹാഡ് ടൈം, എനിക്ക് സമയം ഉണ്ടായിരുന്നെങ്കിൽ. ഓക്കെ. ക്ലിയർ ആണോ ഈ ഒരു യൂസ് ഓഫ് ഐ വിഷ് ആൻഡ് ഇഫ് ഓൺലി? ക്ലിയർ ആണോ? യെസ്. ഓക്കെ. നെക്സ്റ്റ് ഇസ് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഫോർ പൊളൈറ്റ്നെസ്. നമ്മള് പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒഫീഷ്യൽ സെറ്റപ്സിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ വർക്കിംഗ് സ്പേസിലൊക്കെ എന്താണ്, ബി വെരി പൊളൈറ്റ്. അതിപ്പോ വർക്കിംഗ് സെറ്റപ്പ് ആവണം എന്നില്ല. അതല്ലാതെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മുടെ പേഴ്സണാലിറ്റിയുടെ, നമ്മുടെ ക്യാരക്ടറിന്റെ ഒരു ഭാഗമാവാൻ പറ്റുന്ന, ആക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്ത്, ബീങ് പൊളൈറ്റ് എന്നുള്ളത്. അത് നമ്മൾക്ക് ഡെയിലി പ്രാക്ടീസിലൂടെ നമ്മുടെ ഒരു ദിനചര്യയിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പൊ പല ആൾക്കാരുടെയും ട്യൂൺ എങ്ങനെയായിരിക്കും, അതൊന്ന് എടുത്തു തരുമോ, അതൊന്ന് ചെയ്യോ, അങ്ങനെയായിരിക്കും. പക്ഷെ അതിനേക്കാൾ നമ്മൾ എന്താണ്, നിനക്കതൊന്ന് ചെയ്തു തരാൻ പറ്റുമോ, നീ ഫ്രീ ആണെങ്കിൽ, നീ ഫ്രീ ആവുന്ന സമയത്ത് അതൊന്നും തന്നെ അറിയിക്കാൻ സാധിക്കുമോ ഒക്കെ ചോദിക്കുന്നതിൽ ഒരു ടോണിലെ ഡിഫറൻസ് കണ്ടോ? അതിനെയാണ് എന്താണ് നമ്മൾ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, കം ടു ദി എക്സാമ്പിൾ ഹിയർ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഇസ് വേർ ഇസ് ദ നിയറസ്റ്റ് കഫേ. അതിൽ തെറ്റുണ്ടോ? ഇല്ല. അത് റൂഡാണോ? അല്ല. പക്ഷെ എന്താണ്, നമുക്ക് കുറച്ചും കൂടെ പൊളൈറ്റ് ആവാൻ, നമ്മൾ കുറച്ചും കൂടി ഒരു ബെറ്റർ രീതിയിൽ പ്രസന്റ് ചെയ്യാൻ എന്ത് ചെയ്യും,
നമ്മൾ ഈ ഇൻഡിറക്റ്റ് ക്വസ്റ്റ്യൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ ഈ വേർ ഇസ് ദ നിയറസ്റ്റ് കഫേ എന്നുള്ളതിന് എങ്ങനെയാണ് നമ്മൾ ഇൻഡിറക്റ്റ് ക്വസ്റ്റ്യൻ ആക്കുക? കുഡ് യു ടെൽ മീ വേർ ദ നിയറസ്റ്റ് കഫേ ഇസ്? അത് മതി. ഇനിയും അധികം പൊളൈറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇതിന്റെ ഇടയിൽ ഒരു പ്ലീസും കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, കുഡ് യു പ്ലീസ് ടെൽ മീ വേർ ദ നിയറസ്റ്റ് കഫേ ഇസ്? ഓക്കെ, ഇപ്പൊ എന്തായി? വേർ ഇസ് ദ നിയറസ്റ്റ് കഫേ എന്ന് ചോദിക്കുന്നതും കുഡ് യു പ്ലീസ് ടെൽ മീ വേർ ദ നിയറസ്റ്റ് കഫേ ഇസ് എന്ന് ചോദിക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? നമ്മൾക്ക് കേൾക്കുമ്പോ എന്താണ് ഈ രണ്ടാമത്തെ ചോദ്യത്തിൽ നമ്മൾ ഒന്നും കൂടെ എന്താണ് വീണു പോവില്ലേ? ഈ രണ്ടാമത്തെ ചോദ്യത്തില് ആ ആളെ ഒന്നും കൂടി ഒരു നല്ല ആളായിട്ട് പെർസീവ് ചെയ്യാൻ കുഡ് യു ടെൽ മീ യുവർ നെയിം, എക്സാക്ട്ലി വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ പൊളൈറ്റ് അല്ലെങ്കിൽ ഒരു ബെറ്റർ, ഒരു ഒഫീഷ്യൽ സെറ്റപ്പിന് ഒരു ബെറ്റർ വേ ആണ് എന്ത്? ഇപ്പോ നമ്മൾ പല ഇന്റർവ്യൂസിന് അപ്പിയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇന്റർവ്യൂവർ നമ്മളുടെ അടുത്ത് ചോദിക്കുക പ്ലീസ് ഇൻട്രൊഡ്യൂസ് എന്നല്ല, കുഡ് യു പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്നാണ്. അത് അവര് നമ്മളോട് കാണിക്കുന്ന ആ ഒരു റെസ്പെക്ട് ആൻഡ് പൊളൈറ്റ്നെസ് ആണ് അതിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നത്. സോ നമ്മളുടെ ആൻസേഴ്സിലും അതുണ്ടായിരിക്കണം. അതായത് ഇപ്പോ അവർ പറഞ്ഞ എന്തെങ്കിലും കാര്യം ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് റിപ്പീറ്റ് എന്ന് പറയുന്നതും കുഡ് യു പ്ലീസ് റിപ്പീറ്റ് ഇറ്റ് വൺസ് മോർ സർ എന്ന് ചോദിക്കുന്നതും ഡിഫറെന്റ് ആണ്. ഓക്കെ, കുഡ് യു ടെൽ മീ വേർ ഇസ് ദ നിയറസ്റ്റ് ബസ് സ്റ്റോപ്പ്? അവിടെ ചെറിയൊരു കറക്ഷൻ ഉണ്ട് പുസ്തകം, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇവിടെ നിങ്ങൾ ഈ സെക്കൻഡ് പോയിന്റ് കോണ്ടന്റ് റീക്യാപ്പ് എന്ന് കൊടുത്തിരിക്കുന്നതിൽ സെക്കൻഡ് പോയിന്റിലേക്ക് വരിക. നമ്മളൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ നിന്ന് ഇൻഡിറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എന്താണ് അവിടെ സ്ട്രക്ചറൽ ഡിഫറൻസ് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, വേർ ഇസ് ദ നിയറസ്റ്റ് കഫേ. പക്ഷെ അത് ഇൻഡയറക്റ്റിലേക്ക് വന്നപ്പോ എന്തായി? വേർ ദ നിയറസ്റ്റ് കഫേ ഇസ്. കുഡ് യു ടെൽ മീ വേർ ദ നിയറസ്റ്റ് ലൈബ്രറി ഇസ്? ഷാൽ ഐ പ്ലീസ് ബോറോ യുവർ പെൻ? ഓക്കെ, ആ ഒരു ഫ്രേസിങ്ങിൽ സ്ട്രക്ചറിങ്ങിൽ വ്യത്യാസം വരുന്നുണ്ട്. നമ്മളുടെ ആ ഒരു ഇൻട്രൊഡക്ടറി ഫേസ് ആദ്യം കൊടുക്കുക. അതായത് കുഡ് യു ടെൽ മീ, ഷാൽ ഐ, വുഡ് യു, ഷുഡ് ഐ എന്നിങ്ങനെയുള്ളതൊക്കെയാണ് ഇൻട്രൊഡക്ടറി ഫ്രേസസ്. അതിനുശേഷം എന്താണ് വേർ ഇസ് ദ നിയറസ്റ്റ് കഫേ എന്നുള്ളത് വേർ ദ നിയറസ്റ്റ് കഫേ ഇസ്. ഓക്കെ, കുഡ് യു ടെൽ മീ വേർ ദ നിയറസ്റ്റ് ബസ് സ്റ്റോപ്പ് ഇസ്? യെസ് യെസ്, യു ആർ റൈറ്റ്. You are right, Pustana. Could you please send me the address? Yes, very good. Okay. And could മാത്രല്ല should വെച്ചിട്ടും ചോദിക്കാം. Should I stand with you here? Should I wait for you? എന്നും ചോദിക്കാം. അതായത് ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതുണ്ടോ? Should I wait for you? എന്ന് ചോദിക്കാം. Could you use ചെയ്യാം. Then may I please come in? May I please sit here? അതുപോലെ can you please move a bit? Can you please give me your water? Can you please? For could മാത്രല്ല could can use ചെയ്യാം, would use ചെയ്യാം. Okay, so can you give me few indirect questions and make അതായത് indirect questions which you can use in an office setup. Okay, please not indirect questions which can be used in an office setup. ഒരു ഓഫീസിന്റെ ഉള്ളിൽ നമ്മൾക്ക് യൂസ് ചെയ്യേണ്ടി വരുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ സാധ്യതയുള്ള ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. പക്ഷെ ക്യാൻ വെച്ച് ചോദിക്കുന്ന സമയത്ത് can you please tell me your name? Can you please tell me where the nearest cafe is? ഈ could you എന്നതിന് പകരം can ആക്കാം. പക്ഷെ ക്യാനും കുഡും തമ്മിലുള്ള വ്യത്യാസം, കുഡ് കുറച്ചും കൂടെ ഒഫീഷ്യൽ ആണ്. ഓക്കെ, ക്യാൻ കുറച്ചുകൂടെ ഇൻഫോർമൽ ആണ് ആൻഡ് കുഡ് ഇസ് മോർ ഫോർമൽ. ഓക്കെ, could you please Humayrat, അവിടെ tell me മിസ്സായി. Could you please where is the Kuttippuram railway station? Could you please tell me where is the Kuttippuram railway station? Should I get a new phone? Okay. ആ ക്വസ്റ്റ്യൻ കുഴപ്പമില്ല, പക്ഷെ നമ്മൾ പൊളൈറ്റ് മറ്റാരോടെങ്കിലൊക്കെ ചോദിക്കുന്ന should I get you a new phone? Okay. Should I forward the letter to you? Okay, yes. Good, Hari. Do you mind if I inquire about your plans for the weekend? Very good, Shahima. Do you mind വെച്ച് ചോദിക്കുന്നത്? Very good. May I know who's on the line അല്ല, എനിക്ക് പേര് ക്ലിയർ ആയില്ല. ലുമില, whoever it may be. May I know who's on the line? And അതിനെ ഒന്ന് improvise ചെയ്യാൻ പറ്റുമോ എങ്ങനെ? May I please know who's on the line? Can you please give me your contact number? Okay, good. I'd like to express myself.
Humairat, I would like you express myself. അതെങ്ങനെയാണ് മറ്റൊരാൾക്ക് നമ്മളുടെ സെൽഫ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക ഹുമൈറത്ത്? ചെറിയ കറക്ഷൻ ഉണ്ടേ. അത് ആ സെന്റൻസിനെ ഒന്ന് റീഫ്രേസ് ചെയ്യൂ. അത് മീനിങ്ലെസ് ആയിപ്പോയി, സെൻസ്ലെസ് ആയിപ്പോയി. May I know your name? Okay, Arshida, good. അതിന് ഇംപ്രവൈസ് ചെയ്യാം. May I please know your name? Can you tell me the truth? May I know where the nearest hotel is? Good. Could you please give your pen? Would you like to have another cup of tea? Very good, Bustana. Would you so kind as to assist me? ജോബി, സെന്റൻസ് ശരിയല്ലല്ലോ. ഇങ്ങനെ ചോദിക്കാം ഒരാളോട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്നാണെന്നുണ്ടെങ്കിൽ യു കെൻ ആസ്ക് ദിസ് വേ. വിൽ യു ബി ഏബിൾ ടു ഹെൽപ്പ് മീ? അല്ലെങ്കിൽ കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ എന്ന് ചോദിക്കാം. ഓക്കെ, കുഡ് യു പ്ലീസ് അസിസ്റ്റ് മീ വിത്ത് ഇറ്റ്? ഓക്കെ, സെന്റൻസ് യു കെൻ സ്റ്റോപ്പ് സെൻഡിങ് എക്സാമ്പിൾസ് ഓൺ ദിസ്. ഓക്കെ, വി ഹവ് ഡിസ്കസ്ഡ് ഇനഫ്. മതി, നിർത്തിക്കോളൂ. Would you get me some chocolates? Okay, ഇതിന്റെ ഇടയിലൊക്കെ പ്ലീസ് ആഡ് ചെയ്യാം കേട്ടോ. Would you be so kind to introduce your name? Would you be so kind to introduce your name? അങ്ങനെ നമ്മൾ ചോദിക്കോ? ഇപ്പൊ ഒരാൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പൊളൈറ്റ് ആയിട്ട് താങ്ക് യു എന്ന് പറയുന്നതിനേക്കാൾ ഇറ്റ് ഇസ് വെരി കൈൻഡ് ഓഫ് യു അല്ലെങ്കിൽ ഇറ്റ് ഇസ് സോ കൈൻഡ് ഓഫ് യു എന്ന് പറയാം. പക്ഷെ വുഡ് യു ബി സോ കൈൻഡ് ടു ഇൻട്രൊഡ്യൂസ് യുവർ നെയിം, അവിടെ അത്രയും ഒരാളോട് ഒരു പേര് ചോദിക്കുന്നതിൽ നമ്മൾ അത്ര പൊളൈറ്റ്നെസിന്റെ ആവശ്യം അവിടെ ഉണ്ടോ ഫർഹാൻ? നമുക്ക് എല്ലാത്തിനും ഒരു ബൗണ്ടറി വേണ്ടേ? ഒരാളോടൊക്കെ ഒരു പേര് ചോദിക്കുന്ന കാര്യത്തിലൊന്നും നമ്മൾ അത്രയും കൈൻഡ് ആവേണ്ട ആവശ്യമില്ലല്ലോ, അല്ലെങ്കിൽ പൊളൈറ്റ് ആവേണ്ട ആവശ്യമില്ലല്ലോ. സോ യു ക്യാൻ ആസ്ക് would you please give me an introduction എന്ന് ചോദിക്കാം. ഓക്കെ, അല്ലെങ്കിൽ could you please tell me what your name is? ഓക്കെ, സോ ഈ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയില്ലേ? ആൻഡ് ഇതധികവും നമ്മൾ എന്താണ് ഫോർമൽ ആൻഡ് ഒഫീഷ്യൽ സെറ്റപ്പിൽ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അതുപോലെ എന്താണ് നമ്മുടെ ഡെയിലി ലൈഫിൽ ഇത് എവിടെയാണ് യൂസ് ചെയ്യാൻ പറ്റുക? നമ്മൾ ഈ ബസ്സിലൊക്കെ കയറുന്ന സമയത്ത് ആൾക്കാർ ഒന്ന് നീങ്ങിയിരിക്കുവോ എന്നൊക്കെ ചോദിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ പൊളൈറ്റ് ആയിട്ട് ഒന്ന് നീങ്ങിയിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക. അതായത് ഒന്ന് നീങ്ങി ഇരിക്കുക എന്നുള്ള ഓർഡറിനേക്കാൾ അതിനെ ഒരു റിക്വസ്റ്റ് ഫോമിലേക്ക് മാറ്റാം. ഒന്ന് നീങ്ങി ഇരിക്കാൻ പറ്റുമോ? യെസ്, പ്ലീസ് മൂവ് എ ലിറ്റിൽ. പ്ലീസ് ലിറ്റിൽ മൂവ് അല്ല, പ്ലീസ് മൂവ് എ ലിറ്റിൽ. ഓക്കെ, കുഡ് യു പ്ലീസ് മൂവ് എ ലിറ്റിൽ? അതാണ് പ്ലീസ് മൂവ് എ ലിറ്റിൽ എന്ന് പറയുന്ന സമയത്ത് അത് അവിടെ ഓർഡറിങ് ആയി, അവിടെ റിക്വസ്റ്റിംഗ് ആയില്ല. കുഡ് യു പ്ലീസ് മൂവ് എ ലിറ്റിൽ എന്ന് ചോദിക്കുന്ന സമയത്ത് അത് അവിടെ റിക്വസ്റ്റ് ആയി. ഓക്കെ, യെസ് അമീന, യു ആർ റൈറ്റ്. അമീന ലാസ്റ്റ് ക്ലാസ്സിൽ ആബ്സെന്റ് ആയിരുന്നു, കണ്ടില്ലായിരുന്നല്ലോ. യെസ്, വുഡ് യു പ്ലീസ് മൂവ് എ ബിറ്റ്? യെസ് ശ്രീകല, യു ആർ റൈറ്റ്. ആണോ? ഓക്കെ, ഗൗരി ഇല്ലേ ഇന്ന്? I think Gauri is absent. Yeah. Next is advanced conjunctions for coercive sentences. It's not me, ma'am. I just joined now. Okay. Okay, ഇന്ന് നമ്മൾക്ക് ഇവിടെ രണ്ട് അമീന ഉണ്ട്. ഒരെണ്ണം I think is our oldie Amina and one is newbie Amina. Sentence name spelling same ആണ്, no difference. Okay. Yes, Varsha, it's correct. Could you please move aside? It's right. Okay. So now we are looking into advanced conjunctions for coercive sentences. നമ്മൾ കൺജങ്ഷൻസ് ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു നമ്മൾ കൺജങ്ഷൻസ് യൂസ് ചെയ്യുന്നത്? രണ്ട് സിമ്പിൾ സെന്റൻസുകളെ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് പല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒന്ന് കണ്ടീഷൻസ് പറയാൻ വേണ്ടിയിട്ട്, മറ്റൊന്ന് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് കോമൺ കൺജങ്ഷൻസ് ആണ് ഓൾതോ, സിൻസ്, ഡെസ്പൈറ്റ്, ഇൻസ്പൈറ്റ്, ഇൻ കേസ്, വേറാസ്, ആഫ്റ്റർ, ബിഫോർ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ കോസേറ്റീവ്, ബിക്കോസ് യൂസ് ചെയ്യും എന്നിങ്ങനെയുള്ള പല രണ്ടോ രണ്ടിലധികമോ അല്ലെങ്കിൽ ഒന്നിലധികം സെന്റൻസുകളെ ഒരു സെന്റൻസ് ആയിട്ട് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺജങ്ഷൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ചില സമയത്ത് എന്താണ് ഈ ഒരുപാട് സെന്റൻസുകൾ വളരെ സിമ്പിൾ ആവുന്നത് നമ്മളെ ബോറടിപ്പിക്കും. ഇതെന്താ ഈ 2ാം ക്ലാസ്സിലെ കുട്ടികളുടെ ടെക്സ്റ്റ് പോലെ എന്ന് തോന്നും. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ആൾക്കാർക്ക് മനസ്സിലാവാത്ത രീതിയിൽ നമ്മൾ കോംപ്ലക്സിറ്റി ഫോം ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ എന്താണ് നമ്മളൊരു മിഡിൽ ടോൺ വേണം ക്യാച്ച് ചെയ്യാൻ. വളരെ സിമ്പിൾ ആവാനും പാടില്ല, അതുപോലെ തന്നെ വളരെ ടഫ് ആവാനും പാടില്ല. വളരെ സിമ്പിൾ ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഇവിടെ ഡിഗ്രിയും PG ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ നിങ്ങൾക്കൊരു ടെക്സ്റ്റ് വായിക്കാൻ തരാണ്. ആ ടെക്സ്റ്റ് ഇങ്ങനെയാണ്: I have a house. It has 4 rooms.
മൈ ഹൗസ് ഇസ് സിറ്റുവേറ്റഡ് ഇൻ ദ മിഡിൽ ഓഫ് ദ ടൗൺ എന്നൊക്കെ പറഞ്ഞ് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സംഭവം തന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ സ്കില്ലിനെ എൻഹാൻസ് ചെയ്യുന്നുണ്ടോ? അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നല്ല ഇൻപുട്ട് കിട്ടുന്നുണ്ടോ? ഉണ്ടോ? ബൈ പ്രൊവൈഡിങ് യു വിത്ത് വെരി ബേസിക് ഓൾറെഡി നിങ്ങൾ കവർ അപ്പ് ചെയ്ത് പോയിട്ടില്ല. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മൾ കുറച്ചുകൂടെ മെച്ചുവേർഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഈ വളരെ സിമ്പിൾ സെന്റൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മളുടെ എഫിഷ്യൻസിനെ കാണിക്കും. ഓ, ഇയാൾ എന്താണ് ഇത്രയും സിമ്പിൾ ആയിട്ട് പറയും. അപ്പൊ എന്താണ് നമ്മൾ ഒരു കുറച്ച് കോംപ്ലക്സിറ്റി യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം it should help for an effective and efficient communication. Okay, കോംപ്ലക്സ് ആയിരിക്കണം, അതേസമയം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവുകയും വേണം. സോ ഈ കൺജങ്ഷൻസ് അതിന് നല്ലൊരു മെത്തേഡാണ്. ഓക്കെ, നമ്മളുടെ സെന്റൻസ് ഫ്ലോവും അതേപോലെ സെന്റൻസ് ഫ്ലോനെയും കീപ്പപ്പ് ചെയ്യും, അതുപോലെ സെന്റൻസിന്റെ കോംപ്ലക്സിറ്റിയും ഇൻക്രീസ് ചെയ്യും. ഇവിടെ എക്സാമ്പിളിലേക്ക് വരുന്ന സമയത്ത് എന്താണ് ഫസ്റ്റ് വൺ, ഒരു കോൺട്രാസ്റ്റിംഗ് സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ഷീ കണ്ടിന്യൂഡ് വർക്കിംഗ് ഡിസ്പൈറ്റ് ദ നോയ്സ്. ഇനിയിപ്പോ ഡിസ്പൈറ്റ് എന്ന വേർഡ് അവിടെ ഇല്ലായിരുന്നു എന്ന് വിചാരിക്കാം. ഞാൻ ഇതിന് 2 സെന്റൻസ് ആക്കി പറയുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരും. ഇറ്റ് വാസ് വെരി നോയ്സി ദർ ബട്ട് ഐ ട്രൈ ടു വർക്ക് ആൻഡ് ഐ വർക്ക്ഡ് ഹാർഡ് എന്നൊക്കെ പറഞ്ഞ ഒരു 2-3 സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിനേക്കാൾ വളരെ ക്ലാരിറ്റി ഉള്ള കോൺസൈസ് ആയിട്ടുള്ള, ഇപ്പോൾ ഈ വീക്കിന്റെ ആക്ടിവിറ്റീസിലൊക്കെ ഇനി വരാൻ പോകുന്ന ആക്ടിവിറ്റീസിലൊക്കെ നിങ്ങൾ കോൺഫിഡൻറ്റ് ചെയ്യാൻ പോകുന്ന ഒരു വേർഡാണ് കോൺസൈസ്. CONCISE. ഓക്കെ, കോൺസൈസ്. കോൺസൈസ് എന്ന വേർഡിന്റെ മീനിങ് എന്താണ്? കോൺസൈസ് എന്ന വേർഡിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാക്സിമം ഇൻഫർമേഷൻ ഇൻ മിനിമം വേർഡ്സ്. അതായത് നമ്മൾ ഒരുപാട് നീട്ടി വലിച്ച് പരത്തി എഴുതാതെ, കാരണം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമ്മളുടെ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ, പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു കീപ് ഇറ്റ് ഷോർട്ട്. പക്ഷെ ഷോർട്ട് ആയിരിക്കുമ്പോഴും എന്താണ് നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ മിസ് ഔട്ട് ചെയ്യാനും പാടില്ല. അതിനൊക്കെ എന്താണ് കൺജങ്ഷൻസ് ഇസ് ദ ബെസ്റ്റ് വേ. ഓക്കെ, അപ്പൊ എന്താണ് ഞാൻ ഈ 2-3 സെന്റൻസിൽ കംപ്ലീറ്റ് ചെയ്യേണ്ട കാര്യം, ഷീ കണ്ടിന്യൂഡ് വർക്കിംഗ് ഡിസ്പൈറ്റ് ദ നോയ്സ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? അവിടെ ഭയങ്കര നോയ്സി ആയിരുന്നു എന്നും മനസ്സിലായി. പക്ഷെ ആ നോയ്സ് ഉണ്ടായിട്ടും എന്താണ് ഷീ കണ്ടിന്യൂഡ് ടു വർക്ക് നിർത്തിയില്ല എന്നിങ്ങനെയുള്ള ഒരു 3-4 കാര്യങ്ങൾ നമ്മൾക്ക് ഈ ഒരൊറ്റ സെന്റൻസ് മനസ്സിലാക്കാൻ സാധിച്ചു. സോ ടു express contrasting sentences, conjunction is the best way maybe. Okay, next is conditions. Conditions പറയാനും വേണ്ടി, അതായത് conditionals വേറെ condition വേറെ ട്ടോ. Okay, that is you can go after you finish your homework. Okay, അല്ലെങ്കിൽ you cannot leave home until your mother arrives. നിനക്ക് അമ്മ വരുന്നത് വരെ വീട് വിട്ട് പുറത്തിറങ്ങാൻ പറ്റില്ല, നിനക്ക് പോവാം എപ്പോ? ആഫ്റ്റർ യു ഫിനിഷ് യുവർ ഹോംവർക്ക്. ഇനി യു ക്യാൻ ഗോ ആഫ്റ്റർ യു ഫിനിഷ് യുവർ ഹോംവർക്ക് എന്ന സെയിം മീനിങ് വരുന്ന ഒരു സെന്റൻസ് എങ്ങനെയാ ഉണ്ടാക്കാൻ പറ്റുക? നേരെ ഓപ്പോസിറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ സെയിം മീനിങ് വരുന്ന സെന്റൻസ് കിട്ടും. ആർക്കെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുമോ? ഒരു ക്വിക്ക് ചാലഞ്ച്. യു ക്യാൻ ഗോ ആഫ്റ്റർ യു ഫിനിഷ് യുവർ ഹോംവർക്ക്. നമ്മൾ ഇതിൽ കുറച്ച് നെഗറ്റീവ് വേർഡ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേ മീനിങ് ഉള്ള സെന്റൻസ് കിട്ടും. ബട്ട് എന്താണ് അതിന്റെ എക്സ്പ്രഷൻ ഡിഫറെന്റ് ആയിരിക്കും. ക്യാൻ എനിവൺ ട്രൈ? 2 കാര്യങ്ങൾ ചേഞ്ച് ചെയ്താൽ മതി. യു വിൽ ഗെറ്റ് എ ഡിഫറെന്റ് സെന്റൻസ് ബട്ട് എക്സ്പ്രസിങ് സെയിം മീനിങ്. ഓക്കെ, നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ലല്ലോ. അപ്പോ യു കാൻ ഗോ ഔട്ട് until you finish your homework. Very good, Bustana. Very good, very good. Okay, you cannot go until you finish the work. Okay, അവിടെ എന്താണ്? യു കനോട്ട് ഗോ ബിഫോർ യു ഫിനിഷ് യുവർ ഹോംവർക്ക് പറയാം, until you finish your homework പറയാം. Okay, very good, very good. Okay, I'm impressed. Thank you. If you are not completing the homework, you can't go out. അതിനേക്കാൾ അർഷിത നല്ലത് നമ്മൾ മുകളിൽ നമുക്ക് ഉള്ള എക്സാമ്പിൾ ആണ്. യു കാൻ ഗോ അൺടിൽ യു ഫിനിഷ് യുവർ ഹോംവർക്ക്. കാരണം നോക്കിയേ, അർഷിതയുടെ സെന്റൻസിൽ എത്ര വേർഡ് വന്നു? ഞാൻ ഇവിടെ ഓരോരുത്തരുടെ പേര് വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് അത് എല്ലാവരോടും കൂടിയാണ് കേട്ടോ പറയുന്നത്. ഞാനപ്പോ കമന്റ്സിൽ ഒരുപാട് മെസ്സേജസ് വരുന്നത് കൊണ്ട് എല്ലാവർക്കും ആ മെസ്സേജിൽ ഫോക്കസ് കിട്ടാൻ വേണ്ടിയിട്ട് പേരുകൾ പറയുന്നതാണ് കേട്ടോ. ആൻഡ് ഞാൻ ഇവിടെ ഓരോ വ്യക്തികളുടെ തെറ്റുകളല്ല എടുത്ത് പറയുന്നത്. ബിക്കോസ് ഫസ്റ്റ് തിങ് ഇവിടെ പറയേണ്ട കാര്യം, ഇവിടെ 99 ആൾക്കാരുണ്ട് മീറ്റില്. ഓക്കെ, അപ്പൊ അതിൽ ഞാൻ ഒഴിച്ചു കഴിഞ്ഞാൽ 98 പാർട്ടിസിപ്പൻസിൽ ജസ്റ്റ് ആകെ 10 ആൾക്കാരാണ് ഇവിടെ ചാറ്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്യാനുള്ള വില്ലിങ്നെസ്സും കോൺഫിഡൻസും കാണിക്കുന്നത്. സോ ഇവിടെ ചാറ്റ് ബോക്സിൽ
ആരെന്ത് പറഞ്ഞാലും ദാറ്റ് ഈസ് ടു ബി ഹൈലി അപ്രിഷിയേറ്റഡ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ തെറ്റുകളെ ഇംപ്രൂവൈസ് ചെയ്യാൻ പറയുന്നതാണ്. ഇപ്പൊ ഒരിക്കലോ അല്ലെങ്കിൽ ഒരേ പേര് വിളിച്ച് ഞാൻ 2-3 വട്ടം തെറ്റുകൾ പറഞ്ഞതുകൊണ്ട് പിന്നെ നിങ്ങൾ ചാറ്റ് ബോക്സിൽ സെന്റൻസുകൾ ഇടാതെ ആവരുത് കേട്ടോ. നിങ്ങളുടെ ഒരാളുടെ സെന്റൻസിലൂടെ ഇവിടെ അതിന്റെ ഇൻസൈറ്റ് കിട്ടുന്നത് ഒരുപാട് ആൾക്കാർക്കാണ് കേട്ടോ. ഓക്കെ, യെസ് അർഷിത, എക്സാക്ട്ലി. അതായത് നമ്മൾക്ക് ഒരു സെന്റൻസ് തന്നെ 10 വേർഡിലും പറയാൻ പറ്റും, ചിലപ്പോൾ 7 വേർഡ്സിലും പറയാൻ പറ്റും. അപ്പൊ വി ഹാവ് ടു പ്രിഫർ 7 വേർഡ്. പക്ഷെ നമ്മൾക്ക് 10 വേർഡ് പ്രിഫർ ചെയ്യാം എപ്പോ നമ്മൾ വല്ല കഥയോ നോവലോ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്കൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എസ്സേ ഒക്കെ ക്രിയേറ്റ് ചെയ്യേണ്ട സമയത്ത് യു ക്യാൻ ട്രൈ എക്സ്പാൻഡിങ് സെന്റൻസസ്. അവിടെ എന്താണ് നമുക്ക് മാക്സിമം വേർഡ് വെർബോസിറ്റി കൂട്ടാം. ഓക്കെ, പക്ഷെ നമ്മളിവിടെ കുറച്ചും കൂടെ എന്താണ് ഒഫീഷ്യൽ ആൻഡ് പ്രൊഫഷണൽ യൂസിനുള്ളത് ഡിസ്കസ് ചെയ്യുന്നത് കൊണ്ട് നമുക്കിപ്പോ കൂടുതൽ കോൺസൈസ് ആയിട്ടും പ്രിസൈസ് ആയിട്ടും പഠിച്ചു പോവാം. ഓക്കെ, യു കാൻ ഗോ വിത്തൗട്ട് യുവർ സിബ്ലിങ്സ് to home. Okay, okay, okay. You can't. Okay, and now what I want you to do is I want you to make complex sentences which can be used in a professional setting. ഒരു പ്രൊഫഷണൽ സെറ്റിങ്ങിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ അല്ലെങ്കിൽ വർക്കിംഗ് സ്പേസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷണൽ സെന്റൻസസ്. നിങ്ങൾ നിങ്ങളുടെ കൊലീഗുമായോ സീനിയേഴ്സുമായോ ജൂനിയേഴ്സുമായോ ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന്റെ ഇടയിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള കണ്ടീഷണൽ സെന്റൻസ്, കോംപ്ലെക്സ് സെന്റൻസസ്. നിങ്ങൾ ആരും ബിക്കോസ് വെച്ച സെന്റൻസുകൾ ഇടേണ്ടതില്ല, ബിക്കോസ് ദാറ്റ് ഇസ് വെരി ക്ലിയർ. നമ്മൾ യൂസ് ചെയ്ത് അതിൽ ഇനി നമുക്ക് എന്താണ് ഐ എം നോട്ട് വർക്കിംഗ് ടുഡേ ബിക്കോസ് ഐ എം നോട്ട് വെൽ, അങ്ങനത്തെ സെന്റൻസുകൾ എനിക്ക് വേണ്ട, ബിക്കോസ് ദാറ്റ് ഇസ് ടു ബേസിക് ആൻഡ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെ ലെറ്റ്സ് ഫോക്കസ് മോർ ഓൺ കോൺട്രാസ്റ്റ് ആൻഡ് കണ്ടീഷൻ. Okay. Sir, since there is an emergency, I would like to go as early as possible. Yes, since there is an emergency, I'd like to go as early as possible. Okay, Farhan, okay. Do not enter the room without knocking. ഇവിടെ conjunction വന്നില്ലല്ലോ മിദ്ലാജ്. Conjunction എവിടെ? Unless you finish your homework, you can't go out. Okay. If you want to go home, finish your work. Okay. Although it was very difficult to finish our project, we made it before the deadline. Okay, good. You can't go until you have a job. You can't go until you have a job. Okay, ജോലി കിട്ടുന്നത് വരെ പോകാൻ കഴിയില്ല. Okay, fine. Before I go to bed, I like to read a book. Okay, okay, thank you. Okay. So, എനിക്ക് നിങ്ങളുടെ ഈ ഒരു unless the client responds, ഇവിടെ unless the client respond by tomorrow എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, unless the client respond എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് അതിന്റെ മീനിങ്? ക്ലയന്റ് റെസ്പോണ്ട് ചെയ്യുന്നത് വരെ എന്നാണ്. അപ്പൊ പിന്നെ ബൈ ടുമാറോ നമ്മൾക്ക് അവിടെ ആഡ് ചെയ്യാൻ പറ്റില്ല. unless the client responds, we will proceed with the original plan. ഓക്കെ, അപ്പൊ ബൈ ടുമാറോ അവിടെ നിർത്തി കളഞ്ഞോളൂ. ഓക്കെ, unless the client responds, we will proceed with the original plan. Okay. If you are not serious about the project, then the salary will disappoint you. ഇതില് ഏതായിരുന്നു കൺജങ്ഷൻ അർഷിത? ഇവിടെ കൺജങ്ഷൻ വന്നില്ലല്ലോ. ഇഫ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടീഷണൽ സെന്റൻസുകളാണ്. നമ്മൾ കൺജങ്ഷൻസ് എന്തൊക്കെയാണ്? although, since, despite, in spite, in case, whereas, after, before, ഇതൊക്കെയാണ് നമ്മളുടെ കൺജങ്ഷൻസ്. The teacher assigned extra homework in case students needed more practice. ഷെയ്മ സെന്റൻസ് നമ്മൾ റീഫ്രീസ് ചെയ്യേണ്ടതുണ്ട്. The teacher assigned extra homework in case, അതായത് ഇവിടെ എന്താ പറയുന്നത്? നമ്മൾ ടീച്ചർ ഓൾറെഡി എക്സ്ട്രാ ഹോംവർക്ക് കൊടുത്തു, കാരണം കുട്ടികൾക്ക് ഇനി കൂടുതൽ പ്രാക്ടീസ് വേണമെങ്കിലോ. ഇപ്പൊ എന്താണ് അവിടെ ഒരു കോൺട്രാഡിക്ഷൻ വന്നില്ലേ? അതായത് ഇൻ കേസ് വന്നു അവിടെ. സോ ഓൾറെഡി അസൈൻ ചെയ്തു എന്ന് പറയുന്നത് ആ സെന്റൻസ് ഒന്ന് റീഫ്രീസ് ചെയ്യോ? The teacher will assign extra homework in case students needed more practice എന്ന് കൊടുക്കാം. ടീച്ചർ കൊടുക്കും എപ്പോ കുട്ടികൾക്ക് കൂടുതൽ പ്രാക്ടീസ് വേണമെങ്കിൽ. ഇൻ കേസ്. Unless I call you, please don't come to my house. I called you അല്ല, I call you. Unless and until I call you, please don't come to my house. Okay, unless and until I call you മതി, call you വേണ്ട. I am afraid you can't go home without finishing your homework. ധ്യാന, ഇതിൽ കൺജങ്ഷൻ വന്നില്ല.
You can go after do your duty, sir. Sandhya, ചെറിയ correction ഉണ്ട്. You can go after you finish your duty. അല്ലെങ്കിൽ after you finish your work. After do your duty എന്ന് പറയില്ല കേട്ടോ. After you finish your work എന്ന് പറയാം. അല്ലെങ്കിൽ after you do your duty. Do your duty എന്നതിനേക്കാൾ നല്ലൊരു സെന്റൻസ് എന്ന് പറയുന്നത് after you finish your work എന്ന് പറയുന്നതാണ്. ഓക്കെ, മതി കേട്ടോ. എക്സാമ്പിൾ സെന്റൻസസ് നിർത്തിക്കോളൂ. He works slowly and precisely, whereas I tend to rush things and make mistakes. Very good job, Hussein. Very good sentence. Contradiction ആണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. Very good. രണ്ട് ആൾക്കാർ തമ്മിലുള്ള വ്യത്യാസമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്, and that is very well explained. Despite she has low knowledge about it, she managed well in front of manager. Okay, good, Bastana. മതി കേട്ടോ, സെന്റൻസുകൾ അയക്കുന്നത് നിർത്തിക്കോളൂ. Once I tell stop, it is a stop. Please, we need to stick to the timelines. So dance practice is very difficult for children. They finished very well. Okay. If you finish the work before going to home, it will be good. Binsi, ഇവിടെ നമ്മൾ conjunction വന്നില്ല. If you finish, അവിടെ conditional ആണ് വന്നത്. Okay. So ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കുക. കണ്ടീഷണൽസും കൺജങ്ഷൻസും തമ്മിൽ ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട്. കണ്ടീഷണൽസിൽ അധികവും നമ്മൾ ഇഫ് വെച്ചിട്ടാണ് സെന്റൻസുകൾ സ്റ്റാർട്ട് ചെയ്യുക. ഇഫ് ഐ ഹാഡ് സ്റ്റഡി earlier, if you boil the water, if you heat the water, it will boil. If വെച്ച് തുടങ്ങുന്ന എല്ലാം എന്താണ്? കണ്ടീഷണൽസ് ആയിട്ട് നമ്മൾക്ക് പറയാം. കൺജങ്ഷൻസ് എന്താണ്? ഒന്നിലധികം സെന്റൻസുകളെ നമ്മൾ ഒരു ഫ്ലോ അല്ലെങ്കിൽ ആ രണ്ട് സെന്റൻസുകളെ ജോയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കൺജങ്ഷൻസ്. ഇവിടെയും എന്താണ്? കണ്ടീഷൻസ് പറയാം. അതായത് യു ക്യാൻ ഗോ ഓൺലി ആഫ്റ്റർ ഫിനിഷിംഗ് യുവർ ഹോംവർക്ക്. അപ്പൊ ആഫ്റ്റർ എന്നുള്ളത് അവിടെ കൺജങ്ഷൻ ആയി. പക്ഷെ എന്താണ്? ഇഫ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസുകളെ നമ്മൾ കൺജങ്ഷനിൽ ഉൾപ്പെടുത്തില്ല. അതുപോലെ കൺജങ്ഷൻസിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളതുപോലെയും ഫ്രെയിമിങ്ങിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് പോലെയൊക്കെ എനിക്ക് തോന്നി. വളരെ 2-3 പേരുടെ സെന്റൻസ് മാത്രമാണ് എനിക്ക് ഡെവലപ്ഡ് ആയിട്ടുള്ള കൺജങ്ഷൻ സെന്റൻസുകളായിട്ട് തോന്നിയത്. അപ്പൊ അതുകൊണ്ട് what you need to do is ഈ ഒരു കൺജങ്ഷൻസ് നിങ്ങൾ എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഇസ് റിലേറ്റീവ് ക്ലോസസ്. റിലേറ്റീവ് ക്ലോസസ് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഡിഫൈനിങ്, രണ്ടാമത്തത് നോൺ ഡിഫൈനിങ്. അതായത് ഡിഫൈനിങ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡിഫൈനിങ് റിലേറ്റീവ് ക്ലോസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ആ ഡിഫൈനിങ് ക്ലോസ് അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ ആ സെന്റൻസ് സെൻസ്ലെസ് ആയി പോകും. ആ സെന്റൻസിന് ഒരു മീനിങ് വരണമെങ്കിൽ എന്താണ്? ഈ ഡിഫൈനിങ് ക്ലോസ് ഉണ്ടായിരിക്കണം. Come to the example. The book that you lent me was fascinating. The book that you lent me was fascinating. അവിടെ ആ you lent me ആണ് എന്ത്? നമ്മളുടെ ഡിഫൈനിങ് ക്ലോസ് എന്ന് പറയുന്നത്. ആ you lent me എന്നില്ലെങ്കിൽ എന്ത് വരും? The book was fascinating. അപ്പൊ അവിടെ ഏത് ബുക്ക് എന്നുള്ള നമുക്ക് ഇതില്ല. ഏത് ബുക്ക് എന്നുള്ള ഇൻഫർമേഷൻ ഇല്ല. സെന്റൻസ് കംപ്ലീറ്റ് ആവില്ല. സോ ഇവിടെ എന്താണ്? The book that you lent me was fascinating. Okay. അപ്പൊ ഇവിടെ അത് ഡിഫൈനിങ് ആണ്. Now come to next sentence, non-defining. My friend Sarah, who lives in Paris, is visiting next week. അവിടെ ഇപ്പൊ എന്താണ്? ആ who lives in Paris നമ്മൾ കട്ട് ഓഫ് ചെയ്തിട്ട് my friend Sarah is visiting next week എന്ന് പറയുന്നതിലും എന്താണ്? സെന്റൻസ് കംപ്ലീറ്റ് ആണ്, സെൻസിബിൾ ആണ്, അവിടെ ഒന്നും മിസ് ഔട്ട് ആയിട്ടില്ല. അപ്പോ who lives in Paris എന്നുള്ളത് ഒരു എക്സ്ട്രാ അഡീഷണൽ ഇൻഫർമേഷൻ ആണ്. അത് നെസസറി ഇൻഫർമേഷൻ അല്ല. അതുകൊണ്ട് തന്നെ അത് നോൺ ഡിഫൈനിങ് റിലേറ്റീവ് ക്ലോസ് ആണ്. ഡിഫൈനിങ് എന്ന് പറയുന്നത് എസെൻഷ്യൽ ഇൻഫർമേഷൻ ആണ്. അതില്ലാന്നുണ്ടെങ്കിൽ സെന്റൻസ് കംപ്ലീറ്റ് ആവില്ല. നോൺ ഡിഫൈനിങ് എന്ന് പറയുന്നത് എന്താണ്? ഹൂ ലിവ്സ് ഇൻ പാരീസ്. ഓക്കെ, അതൊരു എക്സ്ട്രാ ഇൻഫർമേഷൻ ആണ്. മൈ ഫ്രണ്ട് ഇസ് കമ്മിങ് നെക്സ്റ്റ് വീക്ക്, മൈ ഫ്രണ്ട് സാറ ഇസ് കമ്മിങ് നെക്സ്റ്റ് വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആ സെന്റൻസ് കംപ്ലീറ്റ് ആണ്. ഓക്കെ, ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയോ? ഡിഫൈനിങ് ആൻഡ് നോൺ ഡിഫൈനിങ്. അപ്പോ നമ്മൾ ഫോർമൽ സെറ്റപ്പിൽ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഡിഫൈനിങ് ക്ലോസ് മാത്രം മതി. പക്ഷെ ഇൻഫോർമൽ സെറ്റപ്പിൽ നമ്മുടെ റിലേറ്റീവ്സിന്റെ അടുത്തും കസിൻസിന്റെ അടുത്തും ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ സംസാരിക്കുന്ന സമയത്ത് we can add more of non-defining clause. Clear ആണോ? ഓക്കെ, ഇവിടെ ആൻഡ് റിലേറ്റീവ് പ്രോണൗൺസ് കറക്റ്റ് ആയിരിക്കണം കേട്ടോ യൂസ് ചെയ്യുന്നത്. who, whom, whose, which, that. who, whom, whose നമ്മൾ പൊതുവെ വ്യക്തികൾക്ക്, മനുഷ്യർക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാറ്. which and that നമ്മൾ പൊതുവെ വസ്തുക്കൾ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാറ്. ഓക്കെ,
എങ്ങനെയാണ് ഒരു സെന്റൻസ് പറയാൻ പറ്റുക? ദ കേക്ക് വിച്ച് ഐ ലൈക്ഡ് മോസ്റ്റ് ഇസ് എക്സ്പെൻസീവ്. Okay, the cake which I liked most is expensive. Priya is the one whom I admire the most at work. Very good sentence, Jabir. Defining എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടുത്തെ എക്സാമ്പിൾ നോക്കുക. The book that you lent me was fascinating. നീ എനിക്ക് തന്ന പുസ്തകം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അവിടെ the book was fascinating. അവിടെ ആ you lent me എന്നുള്ള ഇത് ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? ബുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പൊ അവിടെ ഏത് ബുക്ക്? അവിടെ ആ സെന്റൻസിന് ക്ലാരിറ്റി വരുന്നില്ല. അപ്പൊ അവിടെ ആ യു ലെൻറ്റ് മീ എന്നുള്ളത് അവിടെ ഇമ്പോർട്ടന്റ് ആണ്, അത് ഡിഫൈനിങ് ക്ലോസ് ആണ്. പക്ഷെ സെക്കൻഡ് സെന്റൻസിലേക്ക് വരുന്ന സമയത്ത് എന്താണ്? മൈ ഫ്രണ്ട് സാറ ഹു ലിവ്സ് ഇൻ പാരീസ് ഇസ് വിസിറ്റിംഗ് നെക്സ്റ്റ് വീക്ക്. അവിടെ എന്താണ്? സാറ പാരീസിലാണ് താമസിക്കുന്നത് എന്ന് മെൻഷൻ ചെയ്യണം എന്ന് നിർബന്ധമില്ല. മൈ ഫ്രണ്ട് സാറ ഇസ് വിസിറ്റിംഗ് നെക്സ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാലും മതി. ഓക്കെ, അപ്പൊ അവിടെ എന്താണ്? ഒരു അഡീഷണൽ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ ആണ്. ഓക്കെ, വേറെ നോൺ ഡിഫൈനിങ് സെന്റൻസിന്റെ മറ്റൊരു എക്സാമ്പിൾ എന്താണ്? മൈ ഫ്രണ്ട് ഹു ഇസ് എ ഡോക്ടർ ഇസ് വിസിറ്റിംഗ് മീ ടുഡേ. അപ്പൊ മൈ ഫ്രണ്ട് ഇസ് വിസിറ്റിംഗ് മീ ടുഡേ എന്ന് പറഞ്ഞാൽ മതി. ഹു ഇസ് എ ഡോക്ടർ എന്നത് ഒരു അഡീഷണൽ ഇൻഫർമേഷൻ ആണ് അവിടെ. ഓക്കെ, യെസ്. The teacher whose teaching skill is tremendously good. അവിടെ സെന്റൻസ് കംപ്ലീറ്റ് ആയില്ല ബുസ്താന. The teacher whose teaching skill is tremendously good was awarded the best teacher എന്ന് പറയാം. അതിന്റെ ഒരു കംപ്ലീറ്റ് ആയില്ല സെന്റൻസ്. ഓക്കെ, the iron pan that I bought online is of very poor quality. Yes, I mean അത് അവിടെ എന്താണ്? ഡിഫൈനിങ് ആണ്. The iron pan is of very poor quality എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് അയൺ പാൻ ആണെന്നുള്ള ക്ലാരിറ്റി അവിടെ ഇല്ല. The iron pan that I bought online. അതാണ് അവിടുത്തെ ഡിഫൈനിങ് ക്ലോസ്. My friend who lives in Manchester came to my home yesterday. അവിടെ who lives in Manchester എന്നത് എക്സ്ട്രാ ഇൻഫർമേഷൻ ആണ്, നോൺ ഡിഫൈനിങ് ആണ്. Madam for whom I am doing some research is currently in a Zoom meeting. ഇവിടെ എന്താണ്? അത് ഡിഫൈനിങ് ആണ്. കാരണം മാഡം ഇസ് കറന്റ്ലി ഇൻ എ സൂം മീറ്റിംഗ്. ഏത് മാഡം ആണ്? അവിടെ ക്ലാരിറ്റി ഇല്ല. ബട്ട് മാഡം ഫോർ ഹൂം ഐ എം ഡൂയിങ് സം റിസർച്ച് ഇസ് കറന്റ്ലി ഇൻ എ സൂം മീറ്റിംഗ്. ഓക്കെ, ദ കാർ വിച്ച് ഐ ബോട്ട് ഇസ് സോ ബാഡ്. ഓക്കെ, അവിടെ എന്താണ്? അത് ഡിഫൈനിങ് ആണ്. ഓക്കെ, താങ്ക് യു. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഇസ് ക്ലിയർ. വിൽ മൂവ് ഓൺ ടു നെക്സ്റ്റ്. ഓക്കെ, സോ വി ആർ മൂവിങ് ഓൺ ടു അഡ്വാൻസ്ഡ് ഫ്രേസൽ വെർബ്സ് ഫോർ പ്രൊഫഷണൽ യൂസ്. ഫ്രേസൽ വെർബ്സ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ? എന്താണ്? നമ്മൾ ഒന്നിലധികം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ ഒരു വേർബിന്റെ സ്ഥാനത്ത് ഒന്നിലധികം വാക്ക് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇവിടെ സെറ്റ് അപ്പ്, ടേൺ ഡൗൺ എന്നിങ്ങനെയുള്ള വേർഡ്സിനെയൊക്കെ നമ്മൾ ഫ്രേസൽ വെർബ് എന്നാണ് പറയുക. The reason why I am here is to learn. Okay, good. My friend Ramya who works in assistant professor alla, who works as assistant professor in college, got PhD in economics. Okay, good. So defining and non-defining clause at example madi. Now let's go through advanced phrasal verbs for professional use. Phrasal verbs എന്താണെന്ന് നമുക്ക് ഓൾറെഡി ക്ലാരിറ്റി ഉള്ള കാര്യമാണ്. പ്രീവിയസ് സെഷൻസിൽ നമ്മൾ ഓൾറെഡി ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾക്ക് എങ്ങനെയാണ് ഇത് പ്രൊഫഷണൽ സെറ്റപ്പിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുക? ആൻഡ് എല്ലാ ഫ്രേസൽ വേർബ്സും നമുക്ക് പ്രൊഫഷണൽ സെറ്റപ്പിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, എല്ലാ ഇഡിയംസും നമുക്ക് പ്രൊഫഷണൽ സെറ്റപ്പിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ഫ്രേസൽ വേർബ്സിന്റെ കുറച്ച് എക്സാമ്പിൾ എന്താണ്? റാൻ ഇൻ ടു, ടേൺ ഡൗൺ, സെറ്റ് അപ്പ്, ക്യാച്ച് അപ്പ്. ഓക്കെ, സോ ഇവിടെ ഒരു എക്സാമ്പിൾ, രണ്ട് എക്സാമ്പിൾ സെന്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. സെറ്റ് അപ്പ്, സെറ്റപ്പിന്റെ മീനിങ് എന്താണ്? ടു ഓർഗനൈസ് ഓർ എസ്റ്റാബ്ലിഷ്. എന്തെങ്കിലും ഒരു സംഗതിയെ എസ്റ്റാബ്ലിഷ് ചെയ്യുക അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്യുക. ആൻഡ് ദി എക്സാമ്പിൾ സെന്റൻസ് ഗിവൻ ഇസ് they set up a meeting to discuss the project. Next example is turn down. Turn down എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് റിജക്റ്റ് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും ഒരു സംഭവത്തെ ഇഗ്നോർ ചെയ്യുക. She turned down the job offer. അതായത് ആ ജോബ് ലെറ്റർ അല്ലെങ്കിൽ ജോബ് ഓഫറിനെ റിജക്റ്റ് ചെയ്തു എന്നതിനെയാണ് നമ്മളിവിടെ ടേൺ ഡൗൺ എന്ന് പറയുന്നത്. So I'll give you 2 minutes. I want you people to explore and give me sentences using
phrasal verbs that using phrasal verbs that can be used in professional setups. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ ചെയ്യാം. I'll give you 2 minutes. ഈ ഒരു ടോപ്പിക് നമ്മളിപ്പോ 9:20 ആയി. 9:23 ആവുമ്പോൾ ആ ഒരു 3 minutes വിൽ വൈൻഡ് അപ്പ്. സെറ്റപ്പ് ആൻഡ് ടേൺ ഡൗൺ വീണ്ടും യൂസ് ചെയ്യേണ്ടതില്ല. നമ്മൾ ഓൾറെഡി ഇവിടെ ഡിസ്കസ് ചെയ്തു. നമ്മൾക്ക് പുതിയ ഫ്രേസൽ വേർബ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാത്ത, ഇവിടെ ഈ എക്സാമ്പിളിൽ കൊടുക്കാത്ത 2 എണ്ണം. സെറ്റപ്പ് ആൻഡ് ടേൺ ഡൗൺ യൂസ് ചെയ്യേണ്ടതില്ല. She brought up her concerns during the meeting. Very good, Shahima. The meeting was called off due to an issue with the project. Very good, Amina. Called off എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർത്തി അല്ലെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്തു. Called off is cancelled. Okay. Okay, called off means cancel. ഇത് ഓരോരുത്തർ പറയുന്ന സെന്റൻസിലുള്ള ഫ്രേസൽ വെർബ്സ് ബാക്കിയുള്ളവരും കൂടി ഒന്ന് നോട്ട് ഡൗൺ ചെയ്യണേ. This is really going to help you. She brought up her concerns during the meeting. Okay, brought up എന്ന് പറഞ്ഞാൽ പറഞ്ഞു അല്ലെങ്കിൽ പ്രസന്റ് ചെയ്തു എന്നാണ് മീനിങ്. The meeting is put off to next week. Very good, Arshida. Put off എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റെൻഡ് ചെയ്തു എന്നാണ് കേട്ടോ. പോസ്റ്റ്പോൺ ചെയ്തു. Postpone is the synonym of put off. I give up my job this week. I will give up my job this week. Give up എന്ന് പറഞ്ഞാൽ ക്വിറ്റ് ചെയ്യാന്നാണ് കേട്ടോ മീനിങ്. Okay, good, Shiju. He gave up smoking last year. Okay, good, Bustana. Gave up. Quit ചെയ്തു. Our research team will tap into the latest market trends. Tap into. Tap into means to use something. അല്ലെങ്കിൽ ഒരു പുതിയ കാര്യം ഉപയോഗിക്കുക to get new results. Okay, അല്ലെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പുതിയ കാര്യം ഉപയോഗിക്കുന്നതിനെയാണ് tap into എന്ന് പറയാ. That's a very good sentence, Joby. Very good. Our research team will tap into the latest market trends. Fill in the application form carefully. ഇതിൽ നമുക്ക് ഫ്രീസൽ വെർബ് വന്നില്ലല്ലോ കാർത്തിക. They brought up their children with love. I couldn't put up with the heavy work. I couldn't put up. Put up എന്ന് പറഞ്ഞാൽ കോപ്പ് അപ്പ് ചെയ്യാൻ പറ്റിയില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നാണ് അർത്ഥം. I couldn't put up. I am willing to take, okay, example sentences അയക്കുന്നത് നിർത്തിക്കോളൂ കേട്ടോ. നമ്മൾ പറഞ്ഞ ടൈം 9:23 ആയി. I couldn't put up with the heavy. Okay, I am willing to take on the leadership role on this project. Okay, take on. Take on എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഏറ്റെടുക്കുക. Take on. എന്തെങ്കിലും നമ്മൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നതിനെയാണ് ടേക്ക് ഓൺ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മളൊരു പുതിയ പോസ്റ്റിലേക്ക് കയറുന്നതിന് അല്ലെങ്കിൽ ഒരു പുതിയ ആക്ടിവിറ്റി ചെയ്തു തുടങ്ങുന്നതിനെയാണ് I am taking it on from today. Okay, very good. Very good, Navjot. And ഞാൻ ഈ വെരി ഗുഡ് ചില സെന്റൻസുകൾക്ക് ഗുഡും ചില സെന്റൻസുകൾക്ക് വെരി ഗുഡും പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഗുഡ് പറയുന്ന സെന്റൻസുകൾ വളരെ റിയലിസ്റ്റിക് ആയിട്ട് റിയൽ ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്ന നമ്മുടെ പ്രൊഫഷണൽ സെറ്റപ്പിൽ വളരെ ആപ്റ്റ് ആയിട്ടുള്ള സെന്റൻസുകൾക്കും ഒരു മിസ്റ്റേക്ക് ഇല്ലാത്തതിനാണ് ഞാൻ വെരി ഗുഡ് പറയുന്നത്. ഗുഡ് പറയുന്ന സെന്റൻസിൽ എവിടേക്കോ ഒരു ഇംപ്രവൈസേഷൻ ഉള്ള സ്കോപ്പ് ഉണ്ട്. The manager is accountable for the misappropriation. Arshita, where is the phrasal verb? ഇതിൽ phrasal verb എവിടെ? He called for the report for further study. Majishu, എനിക്കിതിൽ phrasal verb ഏതാണ്? He called for the report for further study. He called off the report എന്നാണോ ഉദ്ദേശിച്ചത്? Please make clear. Feel free to take off your jacket. Take off എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ to remove എന്നാണ് കേട്ടോ. Get along with my besties, IG. To get along. To get along ആണ് കേട്ടോ താര. Get along എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ to adjust അല്ലെങ്കിൽ to get in line. അതായത് അവരുമായിട്ട് ഒത്തുപോവാൻ വേണ്ടിയിട്ട് എന്നുള്ള ഒരു മീനിങ് ആണ് to get along. അതുമായി അവരുമായി ഒത്തുപോവാൻ വേണ്ടിയിട്ട്. So to get along. She cheered up from my anxiety. വർഷ സെന്റൻസിൽ ഒന്നാമത് cheer up എന്നുള്ളത് ഫ്രേസൽ വെർബ് ആണോ? യെസ്, cheer up ഒരു ഫ്രേസൽ വെർബ് ആണ്. ഓക്കെ, പക്ഷെ സെന്റൻസിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. She cheered up me from my anxious state. Okay, she cheered up from my anxiety എന്ന് പറയില്ല, ഇങ്ങനെ പറയാം. She cheered me up from my anxious state.
Okay, അല്ലെങ്കിൽ she cheered me up when I was tensed, അല്ലെങ്കിൽ she cheered me up when I was anxious. Yes, Hari, you are absolutely right. We are running out of our time. അതോടെ വളരെ ആപ്റ്റ് ആയിട്ടുള്ള സെന്റൻസ് ആണ്. റണ്ണിങ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് പറയാനാണ് കേട്ടോ. സ്കാർസിറ്റി പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റണ്ണിങ് ഔട്ട് പറയാറ്. ഓക്കെ ഓക്കെ ഓക്കെ. ഹി ബാക്ക്ഡ് ഔട്ട് ഓഫ് ദ എഗ്രിമെന്റ്. ബാക്ക്ഡ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്മാറി എന്നാണ് അർത്ഥം. ഓക്കെ ഓക്കെ, ഐ എം സോ മച്ച് ഹാപ്പി ഫോർ ഓൾ ഓഫ് യുവർ റെസ്പോൺസസ്. ഓക്കെ, സോ എനി ഡൗട്ട്സ് റിഗാർഡിംഗ് ദിസ് വീക്സ് ആക്ടിവിറ്റീസ്? നമ്മളിപ്പോ ഈ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും, അതുപോലെ നിങ്ങളുടെ വീക്കിലെ ആക്ടിവിറ്റീസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? Any doubts regarding your week's activities? ഉണ്ടെങ്കിൽ ക്വിക്ക് ആയിട്ട് ചോദിച്ചോളൂ. I hope there are no doubts. So I'm moving ahead. Okay, choose the correct phrasal verb. ഇവിടെ choose, sorry, fill in the blanks ആണ് കേട്ടോ, choose അല്ല. They dash a new strategy for the campaign. അവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സ്ട്രാറ്റജി, ഒരു phrasal verb ഏതാണ്? They dash a new strategy for the campaign. Please fill in the blank. Very good, Saji. Very good. Very good, Varsha. Very good. Very good. They set up a new strategy for the campaign. ഞാൻ ഇവിടെ ആക്ച്വലി ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, ഓപ്ഷൻസ് കട്ട് ഔട്ട് ചെയ്തതാണ്. അതായത് ഓപ്ഷൻസ് തരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ചൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഈ ചൂസ് ദി കറക്റ്റ് ആൻസറിൽ നിന്ന് ഒരു ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് മോഡൽ പ്രാക്ടീസ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചു. കാരണം എന്താണ്? നമ്മളുടെ ഒരു ഡെയിലി ലൈഫ് കമ്മ്യൂണിക്കേഷനിൽ നമ്മൾക്ക് എന്താണ് ഓപ്ഷൻസ് അവൈലബിൾ ആണോ? അല്ലല്ലോ. നമ്മൾ സ്പോണ്ടേനിയസ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യണ്ടേ? അപ്പൊ അതിന് നമ്മൾ എന്താണ് ഇങ്ങനെ ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് രീതിയിലുള്ളത് കോൺസെൻട്രേറ്റ് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് ഇതിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് യു ക്യാൻ യൂസ് ChatGPT. ChatGPTയുടെ അടുത്ത് പോയിട്ട് can you please give me few exercises for improving my phrasal verb skills എന്നോ അങ്ങനെയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് phrasal verbsഉം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള fill in the blanksഉം choose the correct answerഉം ഒക്കെ കിട്ടും. പുട്ടപ്പ് പറ്റില്ല. പുട്ടപ്പ് നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്? എന്തെങ്കിലുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുതിയ സിറ്റുവേഷനുമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പുട്ട് അപ്പ് എന്ന് പറയുന്നത്. ഐ എം ട്രൈങ് ടു പുട്ടിങ് അപ്പ് വിത്ത് മൈ വർക്ക്. ഓക്കെ, നമ്മളൊരു പുതിയ സിറ്റുവേഷനെ ആക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു അൺപ്ലസന്റ് സിറ്റുവേഷനിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുന്നതിനെയാണ് പുട്ട് അപ്പ് എന്ന് പറയുന്നത്. ഹി ഓർ ഷീ ഇസ് ട്രൈങ് ടു പുട്ട് അപ്പ് വിത്ത് ഹിസ് ഓർ ഹർ വർക്ക് എന്ന് പറയാം. ഇവിടെ സെറ്റപ്പ് തന്നെയാണ് കേട്ടോ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ. വൺ മോർ ക്വസ്റ്റ്യൻ. ഈ ഒരു കോംപ്ലെക്സ് സെന്റൻസിനെ ഇവിടെ 3 സെന്റൻസ് ഉണ്ട്, ഇതിനൊരു സിംഗിൾ സെന്റൻസ് ആക്കി തരണം. The project was very difficult. He completed the project. He submitted it on the time. ഇവിടെ 3 സെന്റൻസ് ഉണ്ട്. ഇതിനെ നിങ്ങൾ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കൺജങ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് കോംപ്ലെക്സ് സെന്റൻസിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, ഫസ്ലു നോയുൻ the project is hard to complete. അതെന്താണ്? The project was very difficult എന്നുള്ളത് മാത്രമേ അവിടെ കൺവേഡ് ആയുള്ളൂ. Although the project was difficult, he completed and submitted on time. Very good, Amina. Very good. You deserve a big clap. Okay? Very good. Even if the project was difficult, he submitted it on time. Very good, Arshida. Even if you, adum although correct theniyanu, even if correct theniyanu. So both are correct. Very good, Arshida. Even though the project was difficult, he completed the project and submitted it on time. Okay? Okay. Even though the project was very difficult, he managed to submit before the deadline. Okay, very good. ഇവിടെ ബുസ്താനയുടെ സെന്റൻസ് ബാക്കിയുള്ളവരെക്കാൾ കുറച്ചും കൂടെ വേർഡ്സിന്റെ എണ്ണം കുറഞ്ഞു. അർഷിതയുടേത് അതിനേക്കാൾ കുറവാണ്. നമ്മളിവിടെ ഏറ്റവും ആപ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സെന്റൻസ് ആയിട്ട് കണക്കാക്കുക ഏറ്റവും കുറഞ്ഞ വേർഡിൽ ഇത് മൊത്തം എക്സ്പ്രസ് ചെയ്ത ആളെയാണ്. ഈവൻ ഇഫ് ദ പ്രോജക്ട് വാസ് ഡിഫിക്കൽട്ട്, ഹി സബ്മിറ്റഡ് ഇറ്റ് ഓൺ ടൈം. അപ്പൊ എന്താണ് ഇവിടെ ആക്ച്വലി ഹി കംപ്ലീറ്റഡ് ദ പ്രോജക്ട് എന്ന് നമ്മൾ മെൻഷൻ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, ഇവിടെ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഈ 3 സെന്റൻസ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആക്ച്വലി ആ ഒരു സെക്കൻഡ് സെന്റൻസിൽ നമ്മൾ അഡ്രസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അർഷിതയുടെ സെന്റൻസിലേക്ക് നോക്കൂ. ദാറ്റ് ഈസ് കറക്റ്റ്. ഈവൻ ഇഫ് ദ പ്രോജക്ട് വാസ് ഡിഫിക്കൽട്ട്, അല്ലെങ്കിൽ ഓൾസോ ദ പ്രോജക്ട് വാസ് ഡിഫിക്കൽട്ട്, ഹി സബ്മിറ്റഡ് ഇറ്റ് ഓൺ ടൈം എന്നത് മതി. കാരണം സമയത്ത് സബ്മിറ്റ് ചെയ്തു എന്നതിന്റെ അർത്ഥം എന്താണ്? അത് കംപ്ലീറ്റ് ചെയ്തു എന്നാണല്ലോ. അപ്പൊ പിന്നെ വീണ്ടും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു എന്നത് അതിന്റെ ഇടയിൽ ആഡ് ചെയ്യേണ്ട ആവശ്യം ശരിക്കും ഇല്ല. ഓക്കെ, even if the project was very difficult, he submitted it on time. Yes, അത് മതി. ഓക്കെ, ഇവിടെ ഈവൻ ഞാൻ കൊടുത്തിരിക്കുന്ന സെന്റൻസിനെ വീണ്ടും ഷോർട്ട് ആക്കാം. ഓൾസോ he faced several challenges. ഞാൻ എന്താണ് ഇവിടെ ഈ വെരി ആൻഡ് മറ്റൊരു കാര്യം, അതിനാണ് ഞാൻ സെന്റൻസ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അതായത് ഇപ്പോ
നമ്മൾക്ക് തന്നിരിക്കുന്ന സെന്റൻസിൽ ദ പ്രോജക്ട് വാസ് വെരി ഡിഫിക്കൽട്ട് എന്നാണ്. പക്ഷെ നമ്മൾക്കത് കോംപ്ലക്സ് സെന്റൻസിലേക്ക് മാറ്റുന്ന സമയത്ത് സെയിം മീനിങ് വരുന്ന മറ്റ് ഫ്രേസസ് യൂസ് ചെയ്യാം. ഇവിടെ ഞാനത് എന്താക്കി, although he faced several challenges, he completed the project and submitted it on time. ഇവിടെ എന്താണ് എനിക്ക് ഇങ്ങനെയും പറയാം, although he faced several challenges, he submitted the project on time എന്ന് മതി. Okay, so I hope all of you got the point. The project was hard to complete, still he submitted at the right time. First the sentence is correct, കുഴപ്പമില്ല. പക്ഷെ എന്താണ്, നമുക്ക് അതിനേക്കാൾ നമുക്ക് എപ്പോഴും ഈ കൺജങ്ഷൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു നല്ല രീതി എന്ന് പറയുന്നത് ഈ കൺജങ്ഷനെ ഏറ്റവും ആദ്യം പ്ലേസ് ചെയ്യുന്നതാണ്. പക്ഷെ അത് എപ്പോഴും പോസിബിൾ അല്ല. നമ്മൾ റീസൺ പറയുന്ന സമയത്തൊന്നും ബിക്കോസ് വെച്ചിട്ട് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന അത്ര നല്ലതല്ല. ഓക്കെ, ബിക്കോസ് ഐ വാസ് ടയർഡ് ഐ ഡിഡ്ന്റ് ഗോ ടു വർക്ക് ടുഡേ, ദാറ്റ് ഇസ് നോട്ട് എ ഗുഡ് സെന്റൻസ്. അതായത് ഐ ഡിഡ്ന്റ് ഗോ ടു വർക്ക് ടുഡേ ബിക്കോസ് ഐ വാസ് ടയർഡ്. പക്ഷേ ഓൾസോ, ഇൻ സ്പൈറ്റ്, ഡിസ്പൈറ്റ് എന്നിങ്ങനെയുള്ള കൺജങ്ഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളത് ഏറ്റവും ബിഗിനിങ്ങിൽ പ്ലേസ് ചെയ്യുന്നത് നല്ലതാണ്. ഓൾസോ ഹി ഫേസ് സെവറൽ ചാലഞ്ചസ്, ഇത് കുറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും he completed the project and submitted it on time. ഓക്കെ, ഇതൊരു എക്സാമ്പിൾ ആണ്. ഇതുപോലെ തന്നെ നിങ്ങൾ എഴുതണം എന്നില്ല. മാക്സിമം വേർഡ്സ് കുറച്ച്, എന്നാൽ അതേ സെന്റൻസിന്റെ കംപ്ലീറ്റ് മീനിങ് കൺവേ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെയായാലും നിങ്ങൾക്കത് ചെയ്യാം. So with that, we are winding up for today. Next week, we'll be looking into advanced listening and speaking skills, and we'll be focusing on presentations, debates, and discussions. Okay. So ക്ലോസിംഗ് റീമാർക്സ്, ഐ വോണ്ട് ഓൾ ഓഫ് യു. അതായത് എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, അതായത് ഇപ്പൊ ഐ കം, യു ഗോ, വി സി ടുമാറോ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, ഞാൻ പറയുന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ പലരും ചോദിക്കാറുണ്ട്, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കാര്യങ്ങൾ മനസ്സിലായാൽ പോരെ, ഈ ഗ്രാമറിലൊക്കെ ഇത്രയും സ്ട്രെസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോന്ന്. ബട്ട് ശരിക്കും എന്താണ്, സ്ട്രെസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. പിന്നെ നമ്മൾ അറിയാത്ത ഒരാൾക്ക് നമ്മളെ കാര്യങ്ങൾ, നമ്മുടെ വേ ഓഫ് പ്രസന്റേഷൻ ആണ് നമ്മൾ എങ്ങനത്തെ ഒരാളാണെന്ന് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരുപാട് സ്കിൽ ഉണ്ടാവും, ഒരുപാട് നോളജ് ഉണ്ടാവും, പക്ഷെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള വേർഡ്സ് അറിയില്ല, അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ലാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ എത്ര അറിവുണ്ടായിട്ടും എത്ര സ്കിൽ ഉണ്ടായിട്ടും കാര്യമില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ വെറുതെ EP ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾ EP ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എന്താണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആ രീതിയിൽ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ ആ ഒരു ഡെയിലി ഇംഗ്ലീഷ് ഇംപ്രൂവ്മെന്റ് ജേർണിയിൽ ഈ EP വിൽ ഹെൽപ്പ് യു. അത് ആ ഒരു അഷ്വറൻസ് എനിക്ക് തരാൻ പറ്റും. ഓക്കെ, ഈ EP നിങ്ങളുടെ ഇംഗ്ലീഷിനെ ഫ്ലുവന്റ് ആക്കും എന്ന് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് അനുസരിച്ചിരിക്കും. പക്ഷെ എന്താണ്, നിങ്ങളുടെ ഒരു എഫേർട്ടിന്റെ കൂടെ EP തരുന്ന ഇൻപുട്സ് വിൽ ഷോർലി ഹെൽപ്പ് യു. ഓക്കെ, ഈ ഗ്രാമർ സ്ട്രക്ചേഴ്സ്, ഫ്രീസൽ വേർബ്സ്, സെന്റൻസ് സ്ട്രക്ചേഴ്സ് ഒക്കെ എല്ലാവരും കുറച്ചും കൂടെ ഒന്ന് സീരിയസ് ആയിട്ട് എടുക്കുക. അതുപോലെ എന്താണ്, കീ ടു സക്സസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് പ്രാക്ടീസ് തന്നെയാണ്. ഓക്കെ, സോ ജെന്റൽ റിമൈൻഡർ, ഐ വാണ്ട് ഓൾ ഓഫ് യു ടു കംപ്ലീറ്റ് യുവർ വീക്ക്ലി ക്വിസ് ടുഡേ ഇറ്റ്സെൽഫ്. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ. ഓക്കെ, നാളെനേക്കാൾ ഡിലേ ആക്കരുത് കേട്ടോ, ബിക്കോസ് വീക്ക്ലി ക്വിസ് ട്രാക്ക് ചെയ്യും. ആൻഡ് ലെറ്റ് മീ ജസ്റ്റ് ആസ്ക്, വീക്ക്ലി ക്വിസ് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ആൻസർ കാണാൻ പറ്റാറില്ലേ? അതായത് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മാർക്ക് അറിയാൻ പറ്റാറില്ലേ? ഡു യു ഗെറ്റ് ടു നോ യുവർ മാർക്സ്? യെസ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെയൊക്കെ ഒരു സ്കോറിംഗ് റേഞ്ച് എനിക്കൊന്ന് പറഞ്ഞു തരുമോ? 10/20 ആണോ, 15/20 ആണോ, or എത്ര മാർക്കിലാണ്, അതൊന്നും എനിക്ക് പറഞ്ഞു തരുമോ? കാരണം നിങ്ങളുടെ എല്ലാവരുടെയും മാർക്സിലേക്ക് ഞാൻ അങ്ങനെ ആക്സസ് ചെയ്യാറില്ല. സോ ഐ ജസ്റ്റ് വാണ്ട് ടു ഗെറ്റ് എൻ ഐഡിയ. കുഴപ്പമില്ല, അപ്പോൾ എനിക്ക് ജസ്റ്റ് ഒരു ഐഡിയക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന് പറയുമോ ലാസ്റ്റ് വീക്കിന്റെ ടെസ്റ്റിൽ നിങ്ങൾക്കൊക്കെ എത്ര മാർക്ക് കിട്ടിയിരുന്നു എന്ന്? മോസ്റ്റ്ലി 14 to 17. ഓക്കെ, ഇസ് ഇറ്റ് ഔട്ട് ഓഫ് 20, ഷെയ്മ? അർജുൻ എന്താണ് പറയേണ്ടത്? അതായത് നിങ്ങൾക്ക് ആപ്പിൽ ഒരു വീക്ക്ലി ക്വിസ് അവൈലബിൾ ആണ് കേട്ടോ. ഈ വീക്കിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വീക്ക്ലി ക്വിസ് എന്ന് പറഞ്ഞിട്ട് അവൈലബിൾ ആണ്. അത് ഇന്ന് തന്നെ അറ്റൻഡ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഒരു 15 above കിട്ടുന്നവര് ഓക്കെ, വെരി ഗുഡ്. ദർ ഇസ് സ്റ്റിൽ സ്കോപ്പ് ഫോർ എ ലിറ്റിൽ മോർ ഇംപ്രൂവ്മെന്റ്. 18, 19, 20 കിട്ടുന്നവര് ഓക്കെ, എക്സലന്റ്. 15 ബിലോ പോകുന്നവർ, ഒരു 10 to 15 ഇടയിലാണെങ്കിൽ ദാറ്റ് മീൻസ് നിങ്ങളുടെ ഇൻപുട്സ് ഉണ്ട്, യു ലാക്ക് പ്രാക്ടീസ്. 10 ബിലോ ആണെന്നുണ്ടെങ്കിൽ യു നീഡ് ടു ഗോ ബാക്ക് ടു ബേസിക്സ്. ഓക്കെ, ഏകദേശം അങ്ങനെ നമ്മൾക്ക് ഇതിനെ കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, സോ വി ആർ 6 minutes past 9:30. We are running out of time. So thank you all so much for joining. Thank you for your time. See you all next week. Good night and take care.
സോ കീപ് പ്രാക്ടീസിങ്.